Focus. Presented by Happy Land Amusement Park, Thiruvananthapuram. Powered by Vein Miracles. This program is brought to you by Global Laboratories and Testing LLC Oman. വാശിയോടെ വലിച്ചെറിയുന്ന പലതിനും മൂല്യമെന്തെന്നറിയാൻ കാലം ഒരു ദിനം കാത്തുവെക്കും. അന്നൊരു പക്ഷേ മൂല്യം അറിയാവുന്ന ആരോ അത് സ്വന്തമാക്കിയിടാം. നമസ്കാരം, ഫോക്കസിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം. ഗുഡ് ഈവനിങ്, ഞാൻ അജീഷ്. യു കെയിലെ വ്യത്യസ്തമായ ബിസിനസ്സുകളെ പരിചയപ്പെടുത്തുന്നതാണ് നമ്മുടെ സെഗ്മെൻറ്റ് എന്ന് പറയുന്നത്. അതിൻ്റെ ഭാഗമായിട്ട് നമ്മളിന്ന് വന്നിട്ടുള്ളത് യു കെയിൽ രജിസ്ട്രേഡ് നേഴ്സാകുന്നതിന് സഹായിക്കുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിലാണ്. ഇതിനോടൊപ്പം തന്നെ യു കെയിൽ വളരെ ഫേമസ് ആയിട്ടുള്ള ഈ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ കാഴ്ചകളും വിശേഷങ്ങളുമാണ് നമ്മൾ പങ്കുവെക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ 15 ഔട്ട് ഓഫ് 15 ഉണ്ടെങ്കിൽ അതിൻ്റെ മീനിങ് എന്താ? പേഷ്യൻ്റ് ഹലോ എന്താണ് ഇവിടെ IELTS-ഉം OET ഒന്നും ഇല്ലാതെ ഒരുപാട് നഴ്സുമാർക്ക് അവസരം കൊടുക്കേണ്ടതായിട്ടില്ല. എന്താണ് പരിപാടി? ഇവിടെ IELTS-ഉം OET ഒന്നും ഇല്ലാതെ യു കെയിൽ കെയർ അസിസ്റ്റന്റ് ആയിട്ട് വർക്ക് ചെയ്യുന്ന ഒരുപാട് രജിസ്റ്റേർഡ് നഴ്സസ് ഉണ്ട്. അവർക്കൊക്കെ രജിസ്ട്രേഷൻ എടുത്ത് കൊടുക്കുന്ന ഒരു സ്കീ ട്രെയിനിങ് സെന്റർ ആണ്. അതെങ്ങനെയാണ്? ഇത് കണ്ടില്ലേ, ഇവിടെ രജിസ്റ്റേർഡ് നഴ്സസ് ആകാൻ വേണ്ടി റെഡി ആയിട്ടിരിക്കുന്ന നാട്ടിൽ നിന്ന് വന്നിട്ടുള്ള ഒരുപാട് ആൾക്കാരാണ് ഇവിടെ ഉള്ളത്. ഇതിനെപ്പറ്റി നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഒന്ന് സംസാരിച്ചാലോ? ഓക്കെ, തീർച്ചയായിട്ടും. അപ്പൊ ഇപ്പോഴും ഒരുപാട് അവസരങ്ങളുണ്ടല്ലേ നാട്ടിലെ നഴ്സുമാർക്ക്? അവസരമില്ലാന്ന് പറയണേ. ഒരുപാട് അവസരങ്ങളുണ്ട്. ഇത് രണ്ടുപേർ ഇന്ത്യയിൽ നിന്ന് ഇപ്പോൾ ട്രാവൽ ചെയ്ത് വന്നിട്ടേ ഉള്ളൂ. അതുപോലെ ഇവിടെ വർക്ക് ചെയ്യുന്നവരുണ്ട്. രജിസ്റ്റേർഡ് നഴ്സസിനോ വാക്കൻസിക്കോ കുറവൊന്നുമില്ല. ബട്ട് എന്നിരുന്നാലും അതിന് കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. നമുക്കത് ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യാം. നമ്മൾ സ്പെഷ്യലൈസ് ചെയ്ത ട്രെയിനിങ് എന്ന് പറയുന്നത് ഓസ്കിയാണ്. ഞാനൊരു സർട്ടിഫൈഡ് ഓസ്കി ട്രെയിനറാണ്. നമ്മൾ ചെയ്യുന്നത് ഇപ്പം ഈ ഒരു പ്രോഗ്രാമിൻ്റെ അല്ലെങ്കിൽ ഈ ഒരു കോഴ്സിൻ്റെ പ്രത്യേകത കുറച്ച് ഡിഫിക്കൽട്ടാണ് ക്രാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. സോ അത് ക്രാക്ക് ചെയ്യാൻ ആവശ്യമായ കംപ്ലീറ്റ് ഫെസിലിറ്റി ഇൻ ദ സെൻസ് നമ്മൾ കൊടുക്കുന്ന ട്രെയിനിങ് അൺലിമിറ്റഡ് ആണ്. അവർ വരുന്ന സമയം മുതൽ ഒരു ടൈം ബൗണ്ട് ഇല്ലാതെ പാസ്സാകാൻ വേണ്ടിയിട്ട് നമ്മൾ എല്ലാ അവസരങ്ങളും കൊടുക്കുന്നുണ്ട്. പിന്നെ ഓഫ് കോഴ്സ് ഒരു കോഴ്സ് എങ്ങനെയാണെന്ന് ഇവർ അറിയണം അല്ലേ, അതിൻ്റെ ഒരു ക്വാളിറ്റി എങ്ങനെയാണ്, നമ്മൾ കൊടുക്കുന്ന സർവീസ് ജെനുവിൻ ആണോ. അതുകൊണ്ട് തന്നെ എല്ലാ മൺഡേയ്സിലും തേഴ്സ്ഡേയ്സിലും നമ്മൾ ഓറിയൻറ്റേഷൻ കൊടുക്കുന്നുണ്ട്. കംപ്ലീറ്റ്ലി ഫ്രീ ആണ്. ഇനി പൈസയ്ക്ക് ബുദ്ധിമുട്ടുള്ള ഫൈനാൻഷ്യലി സ്ട്രഗിൾ ചെയ്യുന്നവർക്ക് നമ്മളുടെ എല്ലാ ട്രെയിനിങ്ങും ഫ്രൈഡേയ്സിലുള്ള ഓൺലൈൻ പ്ലാറ്റ്ഫോമിലുള്ള എല്ലാ ട്രെയിനിങ്ങും ഫ്രീ ആണ്. ഫ്രൈഡേ ഫ്രീ ഓസ്കി എന്നാണ് പറയുന്നത്. പിന്നെ നമ്മൾ കൊടുക്കുന്ന മറ്റൊരു ഫെസിലിറ്റി ഇവരുടെ ഫ്ലെക്സിബിൾ ടൈമിംഗ് ആണ്. അതായത് ലോങ് ഡേയ്സും നൈറ്റ് ഷിഫ്റ്റും ഒക്കെ ചെയ്തൊരു ഒരുപാട് ആൾക്കാരും തളർന്നിട്ടാവും വരുന്നത് അല്ലേ. അപ്പോൾ അവരുടെ ഡ്യൂട്ടി ടൈമിങ്ങിനോട് കൂടെ തന്നെ ഇപ്പോൾ ലോങ് ഡേ ചെയ്യുന്നവരാണെങ്കിൽ വൈകുന്നേരം ഒരു 9 മണി 9:30 സമയത്ത് നമ്മൾ അവർക്ക് ട്രെയിനിങ് കൊടുക്കുന്നുണ്ട്, ഒരു 1 hour ടൈം. അതുപോലെ നൈറ്റ് ഷിഫ്റ്റ് ചെയ്യുന്നവർ രാവിലെ ഡ്യൂട്ടി കഴിഞ്ഞ് വന്നതിന് ശേഷം ഒരു 1 hour, ഒരു 9:30 to 10:30. അല്ലെങ്കിൽ ചില ആൾക്കാർക്ക് ഇപ്പോൾ രാവിലെ ബുദ്ധിമുട്ടാണ്, നൈറ്റ് കഴിഞ്ഞിട്ട് ഇരിക്കാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ വൈകുന്നേരം ഒരു 4 മണി 5 മണി സമയത്ത് നമ്മളൊരു 1 hour ട്രെയിനിങ് കൊടുക്കും. ആർക്കും ഏത് ക്ലാസ് അറ്റൻഡ് ചെയ്യാം, എല്ലാം അൺലിമിറ്റഡ് ആണ്. അത്യാവശ്യം ഒന്ന് ലെവലായി കഴിയുമ്പോൾ ഇവർക്ക് ഇപ്പോൾ നിങ്ങൾ കണ്ട പോലെ തന്നെ ഇവിടെ ഒരു ഫേസ് ടു ഫേസ് ട്രെയിനിങ് നമ്മളൊരു 4 days, മിനിമം 4 days. ചില ആൾക്കാർ 4 days ഓക്കെ അല്ല, ഓരോരുത്തർക്കും ഓരോ കപ്പാസിറ്റി ആണല്ലേ. അപ്പോൾ അവർക്ക് എത്ര ദിവസം വേണോ അതും അൺലിമിറ്റഡ് ആണ്. മിനിമം ഒരു 4 ദിവസത്തെ ട്രെയിനിങ് തൊട്ട് തുടങ്ങി മാക്സിമം എത്ര നാൾ വേണമെങ്കിലും അവർ പാസ്സാകുന്നിടം വരെ ഇവിടെ വന്ന് പഠിക്കാം, ട്രെയിൻ ചെയ്യാം. അങ്ങനെ ജോലി സാധ്യത എങ്ങനെയാണ്? നഴ്സിംഗ് എപ്പോഴും ജോലി സാധ്യതയുടെ കാര്യത്തിൽ ഡൗട്ടില്ല. പക്ഷേ ഇപ്പോൾ ഒരുപാട് റിക്രൂട്ട്മെൻറ്റിന് കുറേ റെസ്ട്രിക്ഷൻസ് വന്നതുകൊണ്ട് ഓവർസീസിൽ നമ്മൾക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. എന്നിരുന്നാലും നമ്മളിപ്പോൾ നാട്ടിൽ നിന്ന് ഒരുപാട് നഴ്സുമാരെ ഇവിടെ വന്ന് രജിസ്ട്രേഷൻ എടുക്കാൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ക്ലാസ്സിലാണെങ്കിലും ഓരോ വീക്കിലും 10-20 കുട്ടികൾ വെച്ച് ഇവിടെ വന്ന് രജിസ്ട്രേഷൻ എടുക്കുന്നുണ്ട്. പക്ഷേ പലർക്കും അങ്ങനെ ഒരു പോസിബിലിറ്റിയെ പറ്റി ഇപ്പോൾ അറിയത്തില്ല എന്നുള്ളതാണ് സത്യം. ബട്ട് സ്റ്റിൽ നമുക്ക് റിക്രൂട്ട്മെൻറ്റിലോ ജോലിക്കോ ഒക്കെ ഇപ്പോഴും സാധ്യതകളുണ്ട് കേട്ടോ. ഇവിടെ പഠിക്കുന്ന പിള്ളേർക്കൊന്നും ജോലി കിട്ടാതെ പോയതായിട്ട് എനിക്കറിയില്ല. ഇൻ വൺ ഓർ അതർ വേ അവർക്ക് ലിങ്ക്ഡിനും ട്രാക്സിലും ഒക്കെ എപ്പോഴും ജോലി വേക്കൻസീസ് ഉണ്ട്. നാട്ടിലെ പോലെയല്ല ഇവിടെ. നഴ്സിംഗ് എന്ന് പറഞ്ഞാൽ പോലും ഡിഫറെന്റ് ആയിട്ടുള്ള ഒരുപാട് അവസരങ്ങളുണ്ട്. അപ്പൊ അത്തരം ജോലി കിട്ടാനായിട്ട് നമ്മൾ എങ്ങനെയാണ് ഇവരെ ഈ കോഴ്സോട്ട് എങ്ങനെയാണ് അസിസ്റ്റ് ചെയ്യുന്നത്? അതും നമ്മൾ എടുക്കുന്ന നമുക്ക് ചോയ്സ് ഉണ്ട്. ഈ കൺട്രിയുടെ ഒരു പ്രത്യേകത, നമുക്ക് ഏത് സ്പെഷ്യാലിറ്റീസിൽ പോകണം എന്ന് നമുക്ക് ഓൾറെഡി നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റും. ഫോർ എക്സാമ്പിൾ അഡൽട്ടിലാണെങ്കിൽ അതിന് സ്പെഷ്യലൈസ്ഡ് ഓസ്കി ട്രെയിനിങ് ഉണ്ട്. അതാണ് ഏറ്റവും കൂടുതൽ ആൾക്കാർ ചൂസ് ചെയ്യുന്നത്. ബട്ട് എന്നിരുന്നാലും ചില ആൾക്കാർക്ക് മെൻ്റൽ ഹെൽത്ത് നഴ്സായിട്ട് വർക്ക് ചെയ്യണമെന്നുണ്ട്. അപ്പോൾ നമ്മൾ മെൻ്റൽ ഹെൽത്തിന് തന്നെ സെപ്പറേറ്റ് ഓസ്കി ഉണ്ട്, അതിൻ്റെ ട്രെയിനിങ് നമ്മൾ കൊടുക്കുന്നുണ്ട്. പീഡിയാട്രിക്സിൽ സ്പെഷ്യലൈസ് ചെയ്യണമെങ്കിൽ അതിന് സെപ്പറേറ്റ് ഓസ്കിയാണ്. ഇതിനെല്ലാം ഡിഫറെൻ്റ് ആയിട്ടുള്ള ടൈപ്സ് ഓഫ് ഓസ്കീസ് ഉണ്ട്, അല്ലെങ്കിൽ ടൈപ്സ് ഓഫ് എക്സാമിനേഷൻസ് ഉണ്ട്. അപ്പോൾ അതിനാവശ്യമായ ട്രെയിനിങ് കംപ്ലീറ്റ് നമ്മൾ ഇവിടുന്ന് കൊടുക്കും. ഇത് മാത്രമല്ല, ഇപ്പോൾ ഓരോ കൺട്രിക്കും ഓരോ എക്സാംസ് ആണ്. ന്യൂസിലൻഡിലേക്കുള്ള ഓസ്കി വേറെയാണ്. അപ്പോൾ ന്യൂസിലൻഡിൻ്റെ ഓസ്കി സെപ്പറേറ്റ് ഒരു പാത്വേ, സെപ്പറേറ്റ് ബാച്ച് ആയിട്ട് നമുക്ക് പോകും. ഓസ്ട്രേലിയക്ക് അനദർ ഓസ്കിയാണ്. അതായത് ഓരോ കൺട്രീസിൻ്റെയും എലിജിബിലിറ്റിയും ക്രൈറ്റീരിയാസും അവരുടെ റെഗുലേഷൻസും അവരുടെ പ്രൊസീജിയേഴ്സും എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ കുറച്ച് വേരിയേഷൻസ് ഉണ്ട്. അപ്പോൾ
ഓരോ കൺട്രിക്ക് ആവശ്യമായിട്ടുള്ള രജിസ്ട്രേഷനാണ് നമ്മൾ ശരിക്കും ഹെൽപ്പ് ചെയ്ത് കൊടുക്കുന്നത്. എവിടെ ആർക്ക് വേണമെങ്കിലും ഏത് കൺട്രിയിലോട്ട് പോകേണ്ടവർക്കും യെസ് ദേ ക്യാൻ കം ഓവർ ഹിയർ. പൊതുവിൽ പറയുന്നത് പ്രത്യേകിച്ച് നമ്മുടെ നാട്ടിലൊക്കെ ഇനി UK-ലൊന്നും ഒരു അവസരം ഇല്ല എന്നാണ്. എന്താണ് ഇതിനെ കുറിച്ച് പറയാനുള്ളത്? ഓക്കെ, ആരോട് ചോദിച്ചാലും കിട്ടുന്ന ഒരു ആൻസർ ആണ് UK-ലോട്ട് ഇനി പോയിട്ട് കാര്യമില്ല, UK-ലോട്ട് ഇനി പോകാൻ ഓപ്ഷൻ ഇല്ല. പക്ഷേ ഇൻ എ വേ ദർ ആർ സോ മെനി ഓപ്ഷൻസ്, കുറേ ഓപ്ഷൻസ് ഉണ്ട്. അതിൽ വൺ ഓഫ് ദി ഓപ്ഷൻ ഇപ്പം നമുക്ക് നാട്ടിൽ നിൽക്കുന്ന പിള്ളേർക്ക് IELTS OET എഴുതിയിട്ട് നിൽക്കുന്ന കുറേ പിള്ളേരുണ്ട്. നമുക്കറിയാം എൻ്റെ വാലിഡിറ്റി ഓൺലി 2 years അല്ലേ. യൂഷ്വലി നടന്നുകൊണ്ടിരുന്നത് IELTS അല്ലെങ്കിൽ OET പാസ്സായി ഒരു എംപ്ലോയറിനെ ഫൈൻഡ് ചെയ്ത് വർക്ക് വിസയിൽ ഇവിടെ വന്ന് ഓസ്കി എഴുതി രജിസ്ട്രേഷൻ എഴുതിയാണ് യൂഷ്വലി നടന്നുകൊണ്ടിരുന്നത്. ഇപ്പോൾ എംപ്ലോയറിനെ ഫൈൻഡ് ചെയ്യാൻ ഡിലേ വരുന്നത് കൊണ്ട് സംഭവിക്കുന്നത് എന്താണ്, IELTS-ൻ്റെ OET-യുടെ വാലിഡിറ്റി കഴിയുന്നു. സോ അത് കഴിയുന്നതിന് മുമ്പ് എങ്ങനെ നമുക്ക് രജിസ്ട്രേഷൻ എടുക്കാം? അതിനൊരു എക്സിസ്റ്റിംഗ് ഓപ്ഷനാണ് വിസിറ്റിംഗ് വിസ്വേ വന്നിട്ട് ഇവിടെ വന്ന് പ്രാക്ടീസ് ചെയ്ത് ഓസ്കി എഴുതി രജിസ്ട്രേഷൻ എടുക്കുക എന്നുള്ളത്. സൊല്യൂഷൻ എന്തിനുള്ള സൊല്യൂഷനാണ്? IELTS OET-യുടെ വാലിഡിറ്റി കീപ്പ് ചെയ്ത് എക്സാം എഴുതി രജിസ്ട്രേഷൻ എടുക്കാൻ പറ്റുന്ന ഒരു വൺ അമംഗ് ദി ബെസ്റ്റ് സൊല്യൂഷനാണ് വിസിറ്റിംഗ് വിസ വന്ന് ചെയ്യുക എന്നുള്ളത്. ഇതൊരു പുതിയ ഓപ്ഷനൊന്നും അല്ല, ഓൾറെഡി എക്സിസ്റ്റിംഗ് ആയിരുന്നു. ബട്ട് ഇതിലാരും വന്നിരുന്നില്ല ബിക്കോസ് ഫ്രീ റിക്രൂട്ട്മെൻറ്റ് എംപ്ലോയറിനെ ഫൈൻഡ് ചെയ്യാൻ വളരെ ഈസി ആയിരുന്നു ബിഫോർ. ഇപ്പോൾ അതില്ലാത്തത് കൊണ്ട് ദിസ് ക്യാൻ ബി യൂസ്ഡ് ആസ് ആൻ ഓപ്ഷൻ. നഴ്സുമാർക്ക് ഒരുപാട് ഓപ്പർച്യൂണിറ്റി ഉണ്ട്, നിങ്ങൾ ഹെൽപ്പ് ചെയ്യുന്നതൊക്കെ പറഞ്ഞു. എന്ത് ഹെൽപ്പാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്? എന്താണ് നമ്മുടെ സർവീസ്? ആക്ച്വലി നമ്മളിപ്പോൾ UK-ൽ ഒരാൾക്ക് രജിസ്റ്റേർഡ് നഴ്സ് ആവാൻ ഒരു ആഗ്രഹം ഉണ്ടെങ്കിൽ അവരുടെ A to Z സർവീസ്, അതായത് 0 to PIN എന്ന് പറയും. ഒരാൾ തുടക്കം മുതൽ രജിസ്ട്രേഷൻ കിട്ടുന്നവരെയുള്ള കംപ്ലീറ്റ് ഹെൽപ്പ്. സ്പെഷ്യലൈസ് ചെയ്യുന്ന ട്രെയിനിങ് പ്രോഗ്രാം CBT ട്രെയിനിങ്ങും OSCE ട്രെയിനിങ്ങുമാണ്. OSCE ഇവർക്ക് ഏറ്റവും ഡിഫിക്കൽട്ട് ആയിട്ടുള്ള എക്സാം, അതൊരു പ്രാക്ടിക്കൽ എക്സാമാണ്. അപ്പോൾ നമ്മുടെ UK-ൽ ഒരുപാട് രജിസ്റ്റേർഡ് നഴ്സസ്, അതായത് നാട്ടിൽ രജിസ്റ്റേർഡ് നഴ്സസ് ആയിട്ട് ഇവിടെ കെയറേഴ്സ് ആയിട്ടും സീനിയർ കെയറേഴ്സ് ആയിട്ടൊക്കെ ഒരുപാട് വർക്ക് ചെയ്യുന്നവരുണ്ട്. അവർക്കുള്ള കംപ്ലീറ്റ് ആയിട്ടുള്ള അസിസ്റ്റൻസ് ആണ്. അത് നഴ്സിംഗ് ഹോമിൽ വർക്ക് ചെയ്യുന്നവരുണ്ട്, നമ്മുടെ റെസിഡൻഷ്യൽ ഹോമിൽ ഡൊമിസിലറി കെയർ സെക്ടറിലൊക്കെ വർക്ക് ചെയ്യുന്ന ഒത്തിരി ആൾക്കാരുണ്ട് കേട്ടോ. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു കംപ്ലീറ്റ് സ്ട്രക്ചറും സർവീസും ആണ് നമ്മളിവിടെ പ്രൊവൈഡ് ചെയ്യുന്നത്. നമ്മളാണോ ഈ നഴ്സുമാരെ സഹായിക്കുന്ന ആളുകൾ? നമ്മളെ കൊണ്ട് കഴിയുന്ന ഒരു സഹായം ചെയ്തു കൊടുക്കുന്നു. അത് കൊടുക്കുന്ന ക്വാളിറ്റിയിലാണ്. അത് 100% നമ്മുടെ ഭാഗത്ത് നിന്ന് കൊടുക്കാൻ പറ്റുന്ന എല്ലാ സപ്പോർട്ടും നമ്മൾ കൊടുക്കുന്നു. എങ്ങനെയാണ് നിങ്ങളുടെ ടീം? ഓഫ് കോഴ്സ് നമ്മൾ ട്രെയിനേഴ്സ് എല്ലാം മലയാളികളാണ്. അത് ഒരു ക്വാളിറ്റി ആയിട്ട് തോന്നുന്നു. പിന്നെ പൊതുവേ കമ്പയർ ടു അതർ ഇൻസ്റ്റിറ്റ്യൂഷനിൽ പോകുന്നവർ പറയുന്നത് അവർക്ക് ഇൻഡിവിജ്വൽ അറ്റൻഷൻ കിട്ടാറില്ല, അല്ലെങ്കിൽ അവർക്ക് ഡൗട്ട്സ് ക്ലാരിഫൈ ചെയ്യാൻ പറ്റാറില്ല എന്നാണ്. അപ്പോൾ നമ്മുടെ എല്ലാ ക്ലാസ്സിൻ്റെയും എൻഡിൽ എല്ലാ കുട്ടികൾക്കും ഡൗട്ട് ക്ലിയറായി, അല്ലെങ്കിൽ അവർക്ക് ഏത് പ്രൊസീജിയർ ചെയ്യുമ്പോഴും ഇത് ക്ലിനിക്കൽ പ്രൊസീജിയേഴ്സ് ആണല്ലോ, അപ്പോൾ അവർക്ക് ഡൗട്ട് ക്ലിയറായി എന്നൊരു ഉറപ്പ് വരുത്തിയതിന് ശേഷം മാത്രമാണ് ഞങ്ങൾ അടുത്ത സ്റ്റേഷനിലേക്ക് അല്ലെങ്കിൽ അടുത്ത സെക്ടറിലേക്ക് പോകുന്നത്. പിന്നെ മനസ്സിലാകുന്നു എന്നൊരു പ്രതീക്ഷ ഞങ്ങൾക്കുണ്ട്. ലാംഗ്വേജിൽ ഒരു ക്ലാരിഫിക്കേഷൻ നമുക്ക് കൊടുക്കാൻ പറ്റും. ചില മാറ്റേഴ്സ് നമുക്ക് എത്രത്തോളം നമ്മൾ വേറൊരു ലാംഗ്വേജ് സംസാരിച്ച് പറഞ്ഞു കൊടുത്താൽ അവർക്കത് പിക്കപ്പ് ആകണമെങ്കിൽ ചില ഫാക്ടേഴ്സ്, എല്ലാമല്ല, അതൊരു എല്ലാവരും പറയുന്ന ഒരു കാര്യമാണ്. പിന്നെ നിരവധി കുട്ടികളിലൂടെ പഠിച്ചു പോയിട്ടുണ്ടാവില്ല, അവരൊക്കെ ഒരു ഫീഡ്ബാക്ക് എങ്ങനെയാണ്? നമുക്ക് ഫെയിലിയർ ഉണ്ടായിട്ടില്ല, ദൈവം അനുഗ്രഹിച്ച്. ഇവിടെ വന്നിട്ടുള്ള എല്ലാവരും പാസ്സായിട്ടുണ്ട്. 3 അറ്റംപ്റ്റാണ് OSCEക്ക് ആക്ച്വലി ഉള്ളത്. ഈ ഒരു എക്സാം 3 വട്ടം നമുക്ക് ട്രൈ ചെയ്യാം. 3 വട്ടവും ഫെയിലായിട്ട് ഇവിടുന്ന് ആരും പോയിട്ടില്ല. അതുകൊണ്ട് തന്നെ പാസിംഗ് റേറ്റ് 100% എന്ന് പറയാം. യെസ്, 100% വിജയം. 100% വിജയം. അപ്പോൾ ശരിക്കും പറയുകയാണെങ്കിൽ ഒരു നല്ല ജോലിയിലേക്ക് നിങ്ങൾ കൈപിടിച്ച് ഉയർത്തുകയാണ്. ഉറപ്പായിട്ടും അതെ. അപ്പോൾ എങ്ങനെയാണ് നമ്മളിപ്പോൾ ഒരുപാട് ആളുകൾക്ക് ആഗ്രഹം ഉണ്ടാവും ഇതിലേക്ക് ഒന്ന് ജോയിൻ ചെയ്യണം, അവരുടെ ഫ്യൂച്ചർ ഉണ്ടാക്കണമെന്നൊക്കെ, എങ്ങനെ കോൺടാക്ട് ചെയ്യും? എങ്ങനെയാണ് നമ്മൾ? നമ്മുടെ കോൺടാക്ട് നമ്പർ നമ്മുടെ എല്ലാ പ്രൊഫൈൽസിലും അഡ്മിൻ്റെ കോൺടാക്ട് നമ്പർ ഉണ്ട്. നമുക്ക് ലൊക്കേറ്റ് ചെയ്ത് 2 സെൻ്ററാണ്. ഒന്ന് നോർത്ത് ആംപ്ടൺ, അതുപോലെ തന്നെ രണ്ടാമത്തെ ഫാംബ്രോ. ഹീത്രോ എയർപോർട്ടിൽ നിന്ന് ഒരു 20-25 മിനിറ്റ്സ് ഡിസ്റ്റൻസിനുള്ളിലാണ്, അപ്രോക്സിമേറ്റ്ലി ഹാഫ് ആൻ അവർ ഉള്ളിൽ. എപ്പോൾ വിളിച്ചാലും അപ്രോച്ചബിൾ ആണ്. മൺഡേ ടു ഫ്രൈഡേസിലാണ് അഡ്മിഷൻസ് നടക്കുന്നത്. എല്ലാ മൺഡേയിലും എല്ലാ തേഴ്സ്ഡേയിലും നമ്മൾ ക്ലാസ്സസ് സ്റ്റാർട്ട് ചെയ്യാറുണ്ട്. അവരുടെ കൺവീനിയൻറ്റ് ടൈമിലാണ് ക്ലാസ്സുകൾ പോകുന്നത്. എപ്പോൾ വിളിച്ചാലും അവൈലബിൾ ആയിരിക്കും. സ്വാഭാവികമായിട്ടൊരു ചോദ്യം വരും, ഇതൊക്കെ മാർക്കറ്റിങ്ങിന് വേണ്ടിയല്ല ചേട്ടാ ഈ ചെയ്യണേന്ന്. അപ്പൊ എനിക്ക് നിങ്ങളോട് ചോദിക്കാനുള്ളത്, അങ്ങനെ ചോദിക്കുന്നവർക്ക് നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത്? തീർച്ചയായിട്ടും ഞങ്ങൾക്ക് ഹെൽപ്പ് ചെയ്യാൻ പറ്റും നിങ്ങളെ. ബിക്കോസ് നമ്മൾ ഒരു വീക്ക്ലി ട്വൈസ് ഒരു ഓറിയൻറ്റേഷൻ ക്ലാസ് കണ്ടക്ട് ചെയ്യുന്നുണ്ട്. അത് ഫ്രീ ഓഫ് കോസ്റ്റ് ആണ്. നമ്മൾ ലിങ്ക് ഷെയർ ചെയ്യും ഗ്രൂപ്പിൽ, അവർക്ക് ആർക്ക് വേണമെങ്കിലും ജോയിൻ ചെയ്യാം. ആ ജോയിൻ ചെയ്ത വഴി നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് അവർക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കും. എന്താണ് OSCE, എന്തൊക്കെയാണ് പ്രൊസീജിയർ, എന്തൊക്കെ നമ്മൾ പഠിക്കണം. അപ്പോൾ ഒരു ജെന്യുവൻ ആയിട്ട് നിങ്ങൾക്ക് അത് തോന്നുവാണെങ്കിൽ ഓഫ്കോഴ്സ് അവർക്ക് അത് ജോയിൻ ചെയ്യാം. എന്നിട്ട് മാത്രം അവർ ഡിസിഷൻ എടുത്താൽ മതി. സോ വി ഹാവ് എ ഫ്രീ ലൈൻ, വി ഹാവ് എ ഫ്രീ OSCE ട്രെയിനിങ്.
ടോക്കിംഗ് എസ്പെഷ്യലി അബൌട്ട് ദി ഓറിയൻറ്റേഷൻ ക്ലാസ്. അപ്പോൾ നിങ്ങൾക്ക് തീർച്ചയായിട്ടും അതിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. നമ്മൾ ലിങ്ക് ഷെയർ ചെയ്യുന്നതാണ് എപ്പോഴും. അപ്പോൾ നിങ്ങൾക്ക് അതിലുള്ള നോട്ടിഫിക്കേഷൻ വരും. ഫ്രീ ആയിട്ട് വന്നിട്ട് ഇഷ്ടപ്പെട്ടാൽ മാത്രം പൈസ കൊടുത്ത് പഠിച്ചാൽ മതി. തീർച്ചയായും അതാണ് നമ്മുടെ ഗ്യാരണ്ടി. അതാണ് നമ്മുടെ ഗ്യാരണ്ടി. അതല്ല ഞങ്ങളുടെ ഗ്യാരണ്ടി, അവർ ഓറിയന്റേഷൻ അറ്റൻഡ് ചെയ്താൽ അവർ ക്ലാസ്സിലേക്ക് ജോയിൻ ചെയ്യും എന്നുള്ളതാണ് ഞങ്ങളുടെ ഗ്യാരണ്ടി. അതാണ് കോൺഫിഡൻസ്. അല്ലെ, അങ്ങനെയല്ലേ നിങ്ങളൊക്കെ വന്നത്? തീർച്ചയായിട്ടും. അപ്പൊ എങ്ങനെയാണ് നമ്മളെ കോൺടാക്ട് നമ്പർ നമുക്ക് താഴെ കൊടുത്തേക്കാം അല്ലേ? അപ്പൊ 100% നമുക്കൊരു വിജയത്തോടുകൂടി കാര്യങ്ങൾ മുന്നോട്ട് പോകാൻ പറ്റും. തീർച്ചയായും. താങ്ക് യു. അപ്പൊ ഇതുവരെ നമ്മൾ കണ്ടത് UK-യിലെ നിരവധി പേർക്ക് അവരുടെ തൊഴിൽ രംഗത്ത് സഹായിക്കുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ കാഴ്ചകളും വിശേഷങ്ങളുമാണ്. അപ്പോൾ പുതിയൊരു ബിസിനസ് വാർത്തയുമായി അടുത്ത ആഴ്ച നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ ഫ്രം അജീഷ്. ഹാപ്പി ലാൻഡ് അമ്യൂസ്മെന്റ് പാർക്ക് തിരുവനന്തപുരം. Immerse yourself in breathtaking scenery of rolling hills, tea plantations, and misty mountains. Experience authentic Kerala hospitality with cozy cottages and delicious cuisines. Create unforgettable memories with family and friends amidst nature's embrace. Book your escape to Paraket Nature Resort today. പെരിയാർ റൈസ്, പാരമ്പര്യത്തിന്റെ തനതായ രുചി, ആരോഗ്യത്തിന്റെ മികവാർന്ന ചേരുവകൾ, മലയാളിയുടെ മറ്റ് വിശിഷ്ട പ്രാതൽ വിഭവങ്ങളും. പെരിയാർ റൈസ്. നമസ്കാരം, ഞാൻ പ്രീതി പ്രകാശ് പറക്കാട്ട്. ഏവർക്കും പറക്കാട്ട് ന്യൂ ഫാഷൻസിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത് കുറച്ച് ക്രിസ്മസ്, ന്യൂ ഇയർ സ്പെഷ്യൽ കളക്ഷൻസാണ്. നമ്മൾ ഈ ഒരു എന്താ പറയുക, ക്രിസ്മസിനും ന്യൂ ഇയറിനും ഒക്കെ റെഡ്, വൈറ്റ് അങ്ങനെയുള്ള നമ്മുടെ കളർ കോമ്പിനേഷനിൽ ഡ്രസ്സൊക്കെ ഇടുമ്പോൾ നമുക്ക് അതിനോട് കൂടിയിട്ട് ഗോൾഡൻ ഒരു തീമിൽ വർക്കൗട്ട് ആവില്ല. കുറച്ചുകൂടെ സ്റ്റോണൊക്കെ വരുന്ന ഡയമണ്ട് പോലെയുള്ള അല്ല ഡയമണ്ട് പാറ്റേൺസൊക്കെ ആയിരിക്കും ഓർണമെൻറ്റ്സിൽ, ഇപ്പോൾ നെക്ലേസ് ആണെങ്കിലും വളയിലൊക്കെ ആണെങ്കിലും ഏറ്റവും നല്ലത്. അപ്പോൾ അതിന് പറ്റിയ രീതിയിലുള്ള കുറച്ച് പറക്കാട്ടിൻ്റെ സ്പെഷ്യൽ എക്സ്ക്ലൂസീവ് സർട്ടിഫൈഡ് ക്യൂബിക് സിർക്കോണിയ സ്റ്റോൺസിൽ വരുന്ന നെക്ലേസുകളും കുറച്ച് വളകളും ഇനി അതിന് ചേരുന്ന കമ്മലുകളും മോതിരങ്ങളും എല്ലാം നമുക്കൊന്ന് പരിചയപ്പെടാം. ഇതായത് കണ്ടോ, ആദ്യം തന്നെ നമ്മുടെ കുറച്ച് പാർട്ടി വെയർ ആയിട്ടുള്ള, ഇനി ബ്രൈഡ്സിന് യൂസ് ചെയ്യാം, ഇനി നമ്മളുടെ അമ്മമാർക്ക്, ബ്രൈഡ് മെയ്ഡ് അങ്ങനെയുള്ള എല്ലാവർക്കും ഉപയോഗിക്കാൻ പറ്റിയ രീതിയിലുള്ള, ഇനി കല്യാണത്തിന് മാത്രമല്ല കേട്ടോ, നമ്മൾ ഫങ്ഷൻസ് ന്യൂ ഇയർ പാർട്ടിക്കും എല്ലാം പോകുമ്പോഴൊക്കെ ഇടാൻ പറ്റിയ രീതിയിലുള്ള സർട്ടിഫൈഡ് ആയിട്ടുള്ള ഈ സ്റ്റോൺസ് കണ്ടാൽ അറിയാം. ഇത് ഡയമണ്ട് പോലെ തന്നെ, ഡയമണ്ടിൻ്റെ ഒരു നെക്സ്റ്റ് താഴേക്ക് നിൽക്കുന്ന സ്റ്റോൺസ് എന്ന് പറയാം. ഗോൾഡിൽ യൂസ് ചെയ്യുന്ന അതേ സ്റ്റോൺസ് തന്നെ സർട്ടിഫൈഡ് ആയിട്ടുള്ള സർട്ടിഫിക്കേഷനും കൂടെ ഞാൻ കാണിച്ചു തരാം. ഇതെല്ലാം ഈ ഓർണമെൻറ്റ്സിൻ്റെ എല്ലാ സർട്ടിഫിക്കേഷൻസാണ്. ഇത് ജെം ലാബിൽ സർട്ടിഫൈ ചെയ്താണ് ഈ ഓർണമെൻറ്റ്സ് എല്ലാം വരുന്നത്. ഇതിൽ യൂസ് ചെയ്യുന്നത് ക്യൂബിക് സിർക്കോണിയാണ്. അപ്പം ഇനി ഇതിൻ്റെ ഒരു നെക്സ്റ്റ് ജനറേഷനും കൂടെ ഉണ്ട്. സിഗ്നിറ്റി സ്റ്റോൺസിൽ ചെയ്തിട്ടുള്ള ഓർണമെൻറ്റ്സും ഉണ്ട്. അപ്പോൾ ഇന്ന് നമുക്ക് പ്രീമിയം സിഗ്നിറ്റി സ്റ്റോൺസ് അല്ല, സർട്ടിഫൈഡ് സ്റ്റാർ കട്ട് AD സ്റ്റോൺസ് മാത്രം ഒന്ന് കാണാം. അതായത് കണ്ടോ, ചോക്കർ നെക്ലേസ്, നമ്മുടെ എത്ര ഭംഗിയാന്ന് നോക്കിയാൽ ഇതിൻ്റെ സ്റ്റോൺസ് എന്ന് പറയുമ്പോൾ ഡയമണ്ട് പോലെ തന്നെ നിൽക്കും. നമ്മൾ ഡയമണ്ട് വാങ്ങുക എന്നൊന്നും പറഞ്ഞാൽ സാധാരണക്കാർക്ക് സ്വർണ്ണം തന്നെ വാങ്ങാനായിട്ട് ഇപ്പോൾ സാധിക്കണില്ല. ആ ഒരു അതേപോലെ ഒരു ഹൈപ്പിൽ നിൽക്കുകയാണ് ഗോൾഡിൻ്റെ ഒരു റേറ്റ്. അപ്പോൾ എന്ന് പറഞ്ഞാൽ ഇത് ഗോൾഡ് റേറ്റ് മുടക്കിയാൽ പോരാ, ഡയമണ്ടിൻ്റെ റേറ്റ് മുടക്കിയാൽ പോരാ, ഇതിന് വരുന്ന മേക്കിംഗ് ചാർജാണ് നമുക്ക് ഒരു രീതിയിലും താങ്ങാൻ പറ്റാത്തത്. അപ്പോൾ ഗോൾഡ് വാങ്ങണം എന്നൊക്കെ എല്ലാവർക്കും ആഗ്രഹം കാണും, ഇതേപോലെയുള്ള പാർട്ടി വെയർ ആയിട്ടുള്ള തിങ്സ് എല്ലാം വാങ്ങണം, ഉപയോഗിക്കണം. പക്ഷേ ഇതെല്ലാം നമ്മൾ ഒക്കേഷണലി ആയിരിക്കും വെയർ ചെയ്യുക. അപ്പോൾ എന്താ പറ്റുക എന്ന് വെച്ചാൽ നമ്മൾക്ക് ഇതിന് വേണ്ടിയിട്ട് ഒരു ഹ്യൂജ് ആയിട്ടുള്ള
എന്താ പറയുക 1 lakh വരുന്ന ഒരു ഓർണമെൻറ്റ് ചിലപ്പോൾ നമുക്കൊരു 50,000 വരെയൊക്കെ ചിലപ്പം അതിന് മേക്കിംഗ് ചാർജ് വരാം. അപ്പോൾ അതിൽ കുറഞ്ഞ രീതിയിലും വരുന്നുണ്ട്. ഡയമണ്ടിലൊക്കെ ഇപ്പോൾ ഒരുപാട് ബഡ്ജറ്റ് റേറ്റിലും വരുന്നുണ്ട്, സിമ്പിൾ പാറ്റേൺസ് വരുന്നുണ്ട്. ബട്ട് അതേപോലെ തന്നെ നമ്മൾക്ക് അല്പം റിച്ചായിട്ട് ഒരു ലക്ഷങ്ങളോ അല്ലെങ്കിൽ കോടികളോ വില വരുന്ന രീതിയിലുള്ള ഒരു ഹെവി ആയിട്ടുള്ള സെറ്റൊക്കെ ഇടണമെന്ന് തോന്നിക്കഴിഞ്ഞാൽ അത് പറക്കാട് ജുവൽസിൻ്റെ സർട്ടിഫൈഡ് ആയിട്ടുള്ള സ്റ്റോൺസിൽ വരുന്ന പ്രീമിയം കളക്ഷൻസാണ് ഈ കാണുന്നില്ല. ഇപ്പോൾ ഇത് വൈറ്റ് സ്റ്റോൺസിൽ മാത്രമല്ല കേട്ടോ, ഇതേപോലുള്ള റൂബി സ്റ്റോൺസിൽ വരുന്നുണ്ട്. ഇതിനെല്ലാം ചേരുന്ന രീതിയിൽ റൂബിയിൽ തന്നെ ചെയ്തിട്ടുള്ള ബാംഗിൾസ് വരുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ വൈറ്റ് സ്റ്റോൺസും റൂബിയും എല്ലാം മിക്സ് ചെയ്തിട്ട് വരുന്ന സ്റ്റോൺസിലുള്ളതാ ഹെവി ആയിട്ടുള്ള ബ്രേസ്ലെറ്റ് ബാംഗിൾസ്. ഇനി ഇതേപോലുള്ള ഇതൊക്കെ സ്ക്രൂ ബാംഗിളാണ്. ഇതേപോലുള്ള സ്ക്രൂ ബാംഗിളും ഇനി സ്ക്രൂ ഇല്ലാത്ത ഇനി സിമ്പിളായിട്ടുള്ള പാറ്റേൺസും ഉണ്ട്. അതേപോലെ ലൈറ്റായിട്ടുള്ള പാറ്റേൺസും വരുന്നുണ്ട്. അല്പം കൂടെ ഇടയിൽ നിൽക്കുന്ന രീതിയിലുള്ള മിഡിൽ ടൈപ്പിലുള്ള നെക്ലേസസ് ബാംഗിൾസ് എല്ലാം വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് പാർട്ടി വെയറായിട്ട് ചിലപ്പോൾ നമ്മൾ ഈ ഒരു കോസ്റ്റ്യൂമിൻ്റെ കൂടെ ഇന്നിപ്പോൾ ഉപയോഗിച്ച് കഴിയുമ്പോൾ നമ്മൾക്ക് ചിലപ്പോൾ പിന്നീട് അത് ഉപയോഗിക്കാനൊരു ബുദ്ധിമുട്ട് കാണും. അപ്പോൾ ഓരോ തവണയും മാറി മാറിയൊക്കെ നമുക്ക് ആഭരണങ്ങൾ ഉപയോഗിക്കണമെങ്കിൽ ഡെഫിനറ്റായിട്ട് പറക്കാട് ജുവൽസിൻ്റെ ഷോറൂംസിലേക്ക് വരിക. ഏത് കളർ തീമിനും വരുന്ന ഒരുപാട് നെക്ലേസസ്, ബാംഗിൾസ്, റിങ്സ്, പെൻഡൻസ് എല്ലാ കളക്ഷൻസും ഉണ്ട്. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുകയാണ്. വീണ്ടും അടുത്ത എപ്പിസോഡിൽ പുതിയ വിശേഷങ്ങളുമായി. ഹാപ്പി ലാൻഡിൻ്റെ ഇന്നത്തെ ഹാപ്പി എപ്പിസോഡിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം. ഞാനിപ്പോൾ നിൽക്കുന്നത് നമ്മുടെ തലസ്ഥാന നഗരി തിരുവനന്തപുരത്തുള്ള വെഞ്ഞാറമൂടിന് അടുത്തുള്ള വെഞ്ഞാറമൂടിനും വെമ്പായത്തിനും അടുത്തുള്ള ഹാപ്പി ലാൻഡ് അമ്യൂസ്മെൻറ്റ് പാർക്കിലാണ്. ഇവിടെ നമുക്ക് ലാൻഡ് റൈഡ്സും വാട്ടർ ഗെയിംസും ഒക്കെ ആയിട്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. അപ്പോൾ ഒത്തിരി ഫാമിലീസ് ഇവിടെ വന്നു പോകാറുണ്ട്. രാവിലെ വന്നു കഴിഞ്ഞാൽ നമുക്ക് വൈകിട്ട് വരെ എൻജോയ് ചെയ്യാൻ പറ്റുന്നൊരു സ്ഥലമാണ്. അപ്പോൾ ഇപ്പോൾ നമ്മുടെ കൂടെ ഒരു ഫാമിലി ഉണ്ട്, കുറേ പിള്ളേരും ഒക്കെ ആയിട്ട് നിൽപ്പുണ്ട്. അപ്പോൾ അവരുടെ വിശേഷങ്ങൾ എന്തൊക്കെയാണ് എന്നൊക്കെ ചോദിച്ചാലോ? ഓക്കെ, ഹായ്. ഓ ശക്തി പോരാ, കുറച്ച് ഉറക്കെ. അതാണ് നമ്മുടെ ഹാപ്പി ലാൻഡിന്റെ സ്ട്രെങ്ത്. ഓക്കെ, എല്ലാരും എവിടെ നിന്ന് വരുന്നു? തമിഴ്നാടിന്ന്, കന്യാകുമാരിന്ന്. ഓക്കെ, 1 family, 2 family. മലയാളം തെരിയുമാ ഇല്ല തമിഴാ? ലൈറ്റാ തെരിയുമാ? ശരി, ഓക്കെ. ഇത് തരൂല. എന്തോ പേരെന്താണ്? ടോം ആണ്. ടോം എന്ത് ചെയ്യുന്നു? ഞാൻ ദുബായിൽ വർക്ക് ചെയ്യുന്നു. ദുബായിലാണ് അല്ലേ? അപ്പൊ ഇപ്പൊ വെക്കേഷൻ ആണോ? വെക്കേഷനിലാണ്. ഓക്കെ, അടിപൊളി. എന്ത് ചെയ്യുന്നു? സുബിത. ദുബായിലാണ്. ഓക്കെ. റവീന ഹൗസ് വൈഫ്. ബിനു ജോസഫ്. ഞാൻ ദുബായിൽ. ഓ, നിങ്ങൾ എല്ലാരുമേ ദുബായിലിருந்து വെക്കേഷനുக்கு വന്നിരിക്കீங்களா? പിള്ളേർ സെറ്റിന്റെ പേര് പറയോ? ജോസിഫ. ഓക്കെ. നഫ്രിയ. ഓക്കെ, അടുത്തത് ഇവിടെ ചെറുത് ടിഫി. മിസ്റ്റർ സെനോ ബിനു. എന്താ അത്? എത്ര പേരുണ്ടോ? ഒന്നുകൂടെ പറഞ്ഞേ. മിസ്റ്റർ സെനോ ബിനു. ദൈവമേ, എനിക്ക് വായിൽ വരാത്ത പേരുകളൊക്കെയാണ്, പക്ഷെ എന്നാലും നല്ല അടിപൊളി പേരാണ്. അപ്പോൾ ഓക്കെ, അപ്പോൾ എങ്ങനെയുണ്ട് ഹാപ്പി ലാൻഡിൽ? പിടിച്ചോ മൈക്ക്, നീ പിടിച്ചോ. ഹാപ്പി ലാൻഡിൽ ഫസ്റ്റ് ടൈം ആണോ നിങ്ങൾ? 6-7 പ്രാവശ്യം വന്ന ഒരു ടീമാണ് ഈ നിൽക്കുന്നത്. ആ, കൊള്ളാം. ഹാപ്പി ലാൻഡിന്റെ പേറ്റന്റ് അങ്ങോട്ട് എഴുതി തരാം. വരും. പിള്ളേർക്ക് എൻജോയ് ചെയ്യാൻ പറ്റി. പറഞ്ഞോ, 6 പ്രാവശ്യം അല്ലേ? 6 പ്രാവശ്യം വന്നിട്ടുണ്ട്. ഇയറിൽ 1-2 പ്രാവശ്യം ഒക്കെ വരാറുണ്ട്. അപ്പൊ ഒരു പാട്ട് പാടി தெரியுமா? சரி, பிடிச்சுக்கோங்க. நம்ம தான் டிவில எல்லாம் வரல, ஒரு பாட்டு பாடுறீங்களா? இது பிடிச்சுக்கோங்க மைக். சூப்பர். கோல்டன் ஸ்பாரோ எனஞ்சில்ல ஆரோ நீ இல்லாத லைஃப் ரொம்ப சாரோ மாஸ்க் ஆஃப் ஜோரோ நம்ம பையன் ஹீரோ சிங்கிங் டூ என்ட்டு வேற யாரோ ஏ ஆ ஆ ஏ. வெரி குட். ஒரு gift தரட்டா? என்ன வேணும் gift? இதோ இந்த கேப் போடலாமா?
ஓகே ஏ எட்டாதா இது நமக்கு இங்கே குட்டி பண்ணிக்கலாம். ஓகே குட்டியாக பண்ணிக்கிட்டு சூப்பர். அது நீங்கள் அட்ஜஸ்ட் பண்ணிக்கோங்க. ஓகே ஹாப்பி லேண்டுக்கு வந்ததுக்கு ஒரு ஹாப்பி கேப். ஓகே ஓகே தேங்க்யூ. அப்புறம் വേറെ யாராவது പാടുறீங்களா? എങ്ങനെ ഏത് റൈഡിലൊക്കെ പോയി? നമ്മൾ ഇപ്പോഴാണ് എൻട്രി ആയിട്ടേ ഉള്ളൂ. അപ്പോൾ ഇവിടെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള കളിക്കാരുടെ അടുത്ത് ഞാൻ ചോദിച്ചു നോക്കട്ടെ. വരൂ എക്സ്പീരിയൻസ് കളിക്കാർ. ഇവിടുത്തെ ഏറ്റവും ഇഷ്ടപ്പെട്ട റൈഡ് ഏതാണ്? വാട്ടർഫാൾ. ഓക്കെ അപ്പോൾ ഇന്ന് ലാൻഡ് ഒക്കെ കഴിഞ്ഞിട്ടായിരിക്കും വെള്ളത്തിലോട്ട് ഇറങ്ങണം. ഉച്ച കഴിഞ്ഞിട്ട് ഞങ്ങൾ ഇറങ്ങും. ഓക്കെ സൂപ്പർ. അപ്പോൾ ഒരു ചെറിയൊരു ക്വസ്റ്റ്യൻ ചോദിക്കുകയാണ്. ഒരു സിമ്പിൾ ക്വസ്റ്റ്യൻ. വർഷത്തിൽ ഒരിക്കൽ മാത്രം വരുന്ന ഗസ്റ്റ് ആരാ? ഓഗസ്റ്റ്. ആ മാസത്തിൽ പേര് അതിൽ തന്നെ ഉണ്ട്. ഓക്കെ സോ വർഷത്തിൽ ഒരിക്കൽ മാത്രം വരുന്ന ഗസ്റ്റ് ഓഗസ്റ്റ്. അടിച്ചിരിക്കുകയാണ്. പേരെന്താ പറഞ്ഞേ? ടോം ഗിഫ്റ്റ് അടിച്ചിട്ടുണ്ട്. അപ്പോൾ ടോമിന് ഹാപ്പി ലാൻഡിന്റെ ഒരു ഗിഫ്റ്റ് ഉണ്ട്. ഓക്കെ സോ എൻജോയ് എവറിബഡി, ഹാവ് എ നൈസ് ടൈം. പിള്ളേരെല്ലാവരും നല്ല അടിച്ചു പൊളിച്ച് എൻജോയ് ചെയ്യാം. ഓക്കെ ഹാപ്പി ലാൻഡിൻ്റെ ഇന്നത്തെ ഹാപ്പി എപ്പിസോഡ് കണ്ടല്ലോ. അപ്പോൾ ഇനി ഒട്ടും താമസിക്കാതെ ഇനിയും ഹാപ്പി ലാൻഡിൽ വരാത്തവർ ഒട്ടും സംശയിക്കേണ്ട, വന്നോളൂ. നമുക്കിവിടെ ഹാപ്പി ആയിട്ട് അടിച്ചു പൊളിച്ച് നിൽക്കാം. ദിസ് ഇസ് സുകന്യ ജയറാം ടോക്കിംഗ് ടു യു. ബൈ. Happy Land Amusement Park, Thiruvananthapuram. Immerse yourself in breathtaking scenery of rolling hills, tea plantations, and misty mountains. Experience authentic Kerala hospitality with cozy cottages and delicious cuisines. Create unforgettable memories with family and friends amidst nature's embrace. Book your escape to Paraket Nature Resort today. പെരിയാർ റൈസ്, പാരമ്പര്യത്തിന്റെ തനതായ രുചി, ആരോഗ്യത്തിന്റെ മികവാർന്ന ചേരുവകൾ, മലയാളിയുടെ മറ്റ് വിശിഷ്ട പ്രാതൽ വിഭവങ്ങളും. പെരിയാർ റൈസ്. വളരെ സ്പെഷ്യലൈസ് ചെയ്യുന്ന ഒരുപാട് മനുഷ്യരെ കണ്ടിട്ടുണ്ടാവും. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് അല്ലെങ്കിൽ പരിചയപ്പെടാൻ പോകുന്നത് കുട്ടികൾക്ക് വേണ്ടി ടോയ്സിന്റെ ഏരിയയിൽ അത്രമാത്രം വർഷങ്ങൾ സ്പെഷ്യലൈസ് ചെയ്ത് ഫോക്കസ് ചെയ്തിട്ടുള്ള ഒരാളെയാണ്. അതും കുട്ടികൾക്ക് വേണ്ടി നമുക്കറിയാം, നമുക്ക് ഏറ്റവും സ്പെഷ്യലാണ്. കുട്ടികളെ വളരെ ശ്രദ്ധയോടെ പരിഹരിക്കേണ്ട ആളുകളാണ് അല്ലെ, ഏറ്റവും നന്നായി ട്രീറ്റ് ചെയ്യേണ്ട ആളുകളാണ്. അപ്പൊ അവർക്ക് വേണ്ടി 9 വർഷമായി ഈ ഒരു ടോയ്സിന്റെ മേഖലയിൽ പ്രവർത്തിക്കുന്ന ശ്രീ മുസ്തഫ സാറാണ് ഇന്ന് നമ്മളെ കൂടെ ജോയിൻ ചെയ്യാൻ പോകുന്നത്. അപ്പൊ അദ്ദേഹത്തിന്റെ വിശേഷങ്ങളിലേക്ക് പോയി നോക്കാം. ഞാൻ ബേസിക്കലി ഒരു പ്രവാസിയായിരുന്നു. 18 വർഷം ഗൾഫിൽ ജോലി ചെയ്തു ഒരു കമ്പനിക്ക് വേണ്ടിയിട്ട്. ആ കമ്പനിയിൽ നമ്മൾ ബിസിനസ്സിൽ ഒരുപാട് ഡെവലപ്മെന്റിന്റെ കാര്യത്തിൽ നമ്മൾ വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. അങ്ങനെ നിൽക്കുന്ന സമയത്താണ് എനിക്ക് സ്വന്തമായിട്ട് ഒരു ബിസിനസ് എന്തുകൊണ്ട് ചെയ്തുകൂടാ എന്നുള്ള ഒരു കൺസെപ്റ്റ് വരികയും, പിന്നെ രണ്ടാമത് കാരണം ഫാമിലി ആയിട്ടായിരുന്നു ഗൾഫിലുണ്ടായിരുന്നത്. മക്കളൊക്കെ ആ ഒരു ഗൾഫിന്റെ ലക്ഷറി ലൈഫിൽ ജീവിച്ച് വളർന്നവരായിരുന്നു. അപ്പം ചില സമയത്തെങ്കിലും എനിക്ക് തോന്നിയിട്ടുണ്ട് ഒരു റിയൽ ലൈഫ് അല്ലെങ്കിൽ കഷ്ടപ്പാട്, ജീവിതത്തിൽ വരുന്ന പല കഷ്ടപ്പാടുകളും ഇതൊക്കെ എങ്ങനെ തരണം ചെയ്യാന്നുള്ള ഈ ഒരു ലക്ഷറി ലൈഫിൽ ജീവിക്കുന്ന സമയത്ത് അവർക്ക് പഠിക്കാനുള്ള സാധ്യത കുറവാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് എൻ്റെ കൊച്ചു കേരളത്തിൽ എൻ്റെ വെള്ളിലയിൽ ജീവിക്കണം, എൻ്റെ മക്കളും അവിടെ വളർന്ന് വലുതാവണം എന്നുള്ള ഒരു കൺസെപ്റ്റ് വരികയും അതിന് ശേഷമാണ് ഞാൻ എനിക്ക് സ്വന്തമായിട്ടുള്ള ഒരു ബിസിനസ് ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരണം എന്നുള്ളത് എനിക്കൊരാഗ്രഹം ഉണ്ടായി. അങ്ങനെയാണ് ഞാൻ ഈ ടോയ്സ് എന്നുള്ളത് എൻ്റെ ഒരു കൺസെപ്റ്റ് ആയിരുന്നു.
കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഏറ്റവും ക്വാളിറ്റി ഉള്ളതും നോൺ ടോക്സിക് ആയിട്ടുള്ളതും അവർക്ക് അട്രാക്റ്റീവ് ആയിട്ടുള്ളതും മാർക്കറ്റിൽ ഏറ്റവും ട്രെൻഡി ആയിട്ടുള്ളതും ടോയ്സ് മാർക്കറ്റിൽ എത്തിക്കുക എന്നുള്ളത് എൻ്റെ ഒരു സ്വപ്നമായിരുന്നു. അതിൻ്റെ പുറകിലാണ് പിന്നെ നമുക്ക് നമ്മളെ ചൈൽഡ്ഹുഡ് കൂടുതലായിട്ട് ഓർമ്മയൊന്നും ഇല്ലെങ്കിലും നമുക്ക് മക്കൾ ഉണ്ടാകുന്ന സമയത്ത് പല സമയത്തും നമ്മളും മക്കളാവാനും അല്ലെങ്കിൽ മക്കളോളം താഴാനും വേണ്ടിയിട്ട് നമ്മളെപ്പോഴും ശ്രമിക്കും. കാരണം മക്കളെ കൂടെ കളിക്കണം എന്നുണ്ടെങ്കിൽ നമ്മളും ഒരു കൊച്ചാവണം. അങ്ങനത്തെ ഒരാൾക്കേ മക്കളെ കൂടെ കളിക്കാൻ കഴിയുള്ളൂ. പിന്നെ മക്കളെ അറിയുന്നതും മാഡം പറഞ്ഞ പോലെ നല്ലൊരു കാര്യമാണ്. കാരണം നമ്മൾ ബിസിനസ് രംഗത്ത് ഒരുപാട് ശ്രദ്ധ ചെലുത്തുമ്പോഴും അല്ലെങ്കിൽ ബിസിനസിന്റെ സ്ട്രെസ്സുകൾ മാനേജ് ചെയ്യുമ്പോഴും നമുക്കൊരു പീസ് ഓഫ് മൈൻഡ് എപ്പോഴും തരുന്നത് മക്കളെ കൂടെ ഒരു 10 മിനിറ്റ് അല്ലെങ്കിൽ അരമണിക്കൂർ 1 മണിക്കൂർ ചെലവഴിക്കുമ്പോഴാണ്. കാരണം മക്കളായ നിഷ്കളങ്കമായിട്ടുള്ള ആ ഒരു മനസ്സും അവരുടെ ആ ഒരു സംസാരവും അവർക്ക് വേണ്ടിയിട്ടുള്ള നല്ല നല്ല കളിപ്പാട്ടങ്ങൾ കാണുമ്പോൾ അല്ലെങ്കിൽ ആ കളിപ്പാട്ടങ്ങൾ മക്കൾക്ക് കൊടുക്കുന്ന സമയത്ത് അവരുടെ ആ ഒരു ആത്മാർത്ഥമായിട്ടുള്ള ഒരു പുഞ്ചിരി അല്ലെങ്കിൽ അതൊക്കെ തന്നെയാണ് നമ്മളൊരു മക്കളെ കൂടെ അല്ലെങ്കിൽ മക്കളുടെ മനസ്സറിയാൻ നമ്മളെ ഏറ്റവും കൂടുതൽ സപ്പോർട്ടാവുന്നതും നമുക്ക് അതിനുള്ള ഒരു അവസരം കിട്ടുന്നതും. സോ യെസ്, അപ്പോൾ ഇന്നത്തെ ഈ ഒരു സെഗ്മെന്റ് പാരന്റ്സിന് ഒരുപാട് ഗുണകരമാകുന്നു അല്ലെങ്കിൽ ഗുണകരമാകും എന്ന് വിചാരിച്ച് നമ്മൾ ഈ ഒരു സെഗ്മെന്റ് നിർത്തുകയാണ്. താങ്ക് യു. ഇന്നത്തെ ഫോക്കസിന്റെ എപ്പിസോഡ് എല്ലാ മാന്യ പ്രേക്ഷകർക്കും ഇഷ്ടമായി എന്ന് തന്നെ കരുതുന്നു. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ എഴുതി അറിയിക്കുക. അറിയിക്കേണ്ട മെയിൽ ഐ ഡി focus123@gmail.com. സൈനിങ് ഓഫ് ഫ്രം അഞ്ജു ശ്രീകണ്ഠൻ. ഫോക്കസ് presented by Happy Land Amusement Park, Thiruvananthapuram. Powered by Vain Miracles. This program is brought to you by Global Laboratories and Testing LLC, Oman.